അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വീഡിയോയിലോട്ടേക്ക് പോവുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 3 കിലോ കേക്കൊക്കെ ആക്കണം, 1.5 കിലോ കൂടെ 15 ടിന്നിൽ ചെയ്ത്. അപ്പോൾ അതേപോലെയുള്ള ഒരു 6 കിലോ കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ ചെറിയ പീസുകൾ ബാലൻസ് വരും. അപ്പോൾ ആ പീസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൈഫ് ഞാനൊരു കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യണം, അപ്പോഴാണ് നമ്മളെ വിദ്വാൻ സ്കൂൾ വിട്ടിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു ഇങ്ങോണ്ട ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കരുതി എന്നാൽ പിന്നെ നടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ആ ചെറിയ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ആ ചെറിയ പാലറ്റ് നൈഫിനെ കൊണ്ടൊക്കെയാണ് അത് ഓട്ടയൊക്കെ ഫില്ല് ചെയ്തത്. അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാനത് ഐസിങ് എൻ്റെ കേക്കിൻ്റെ ഐസിങ്ങിലായിരുന്നു. അപ്പോൾ ഇതുപോലൊരു കേക്ക് ഐസിങ്ങോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഐസിങ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും പറ്റില്ല. ഇതെല്ലാം എന്താ പറയുക, അതിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടണം. അതൊരു പ്രത്യേക ടെക്നിക്കാണ്. ആ കേക്ക് അതിൻ്റെ മേലെ നിന്ന് സ്ലിപ്പായി പോയില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഓ, ഭയങ്കര സംഭവമാണ്. അതിനിടയിൽ അവൻ്റെ 6 പാക്കൊക്കെ കാണിക്കാൻ പോയതിനാണ് എന്നോട് പറഞ്ഞത്, എന്നെ കാണിക്കേണ്ട, കേക്ക് മാത്രം എടുത്താൽ മതി, ഞാൻ നിന്ന് തരൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അത് വേറെ കാര്യം. തമ്മിൽ ഫോട്ടോ എടുക്കാനൊക്കെ അവൻ തന്നെ ഓൾറെഡി നിന്നാണ്. പിന്നെ ഇതിനിടയിലൂടെ വേറൊരു കോമഡി ഉണ്ട്. ഇവൻ ഏതോ ഒരു ഫുഡ് ചാനലോ കാര്യങ്ങളോ എന്തോ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഉപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു കക്ഷിയുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈലാണ്. എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം. ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോന് വേണ്ടിയിട്ട് ചെയ്ത് തന്നെയൊന്നുമല്ല, ഞാനത് കൂടി ഉൾപ്പെടുത്തിയതാണ്. അവനറിയാതെ ഫുള്ളായിട്ട് എടുത്തതാണ്. ഇത് ഇങ്ങനെയാണ്, വെർട്ടിക്കലായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഫ്രെയിം ശരിയാവാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവനെ ഉൾപ്പെടുത്തിയതാണ്. ഇതാണ് ഇവൻ്റെ മറ്റൊരു ഹോബി. വാനില സ്പോഞ്ചാണ് കേക്ക്. അതിന് ഫില്ലിങ്സൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇനി എന്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് വേണം. അതിൻ്റെ മേലെ അതിനെ ഇട്ടിട്ട് കുളിപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ ഒന്ന് സമാധാനം. അടുത്തത്, ഇങ്ങനെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇങ്ങനെ കേക്ക് ചെയ്ത് റെഡിയാക്കാൻ? ഇതാണ് പരിപാടി. എന്നാൽ പിന്നെ അത് ഐസിങ് നൈഫ് എടുത്തിട്ട് മുഴുവനായിട്ട് ചെയ്താൽ പോരെ? അത് പറ്റൂല. ഇതാ ഈ ഒരു രീതിയിൽ അതിനെ ചെയ്ത് ഏകദേശം ഒരു എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു രൂപത്തിലേക്കാക്കി വെച്ചു. അവന് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കെന്താ പ്രശ്നം? അത് കളയണ്ട എന്നുള്ള രീതിയിൽ അതെന്തായാലും വേസ്റ്റ് ആക്കുന്നില്ല. ഒരു ചെറിയ വളരെ ചെറുതാണത്. അതായത് നമ്മുടെ ഒരു 1 kg ചെയ്യുന്ന ബോർഡിൽ ഇത് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു 6 കിലോ കേക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു വേസ്റ്റാണ്. അപ്പം പിന്നെ അവൻ്റെ 6 പാക്കും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നു. പിന്നെ അവനറിയാതെ വളരെ നൈസായിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇവൻ NSSൻ്റെ ക്യാമ്പിലൊക്കെ പോയിട്ട് അവിടെയുള്ള കൾച്ചറൽ പ്രോഗ്രാമിൽ ബോഡി ഷോ ഒക്കെ നടത്തിയിട്ട് വന്ന ആളാണ്. എന്നിട്ട് പറയാം, എന്നെ എല്ലാവരും കാണും, എനിക്ക് നാളെയും സ്കൂളിൽ പോകേണ്ടതാണ്, എല്ലാവരും തമാശയാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. കേക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അവൻ്റെ പ്രധാനപ്പെട്ട ഹോബി, അപ്പം തന്നെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേക്കിന് അവനൊരു വിലയും നിശ്ചയിച്ചിട്ടുണ്ട്. വെറും 999 രൂപ മാത്രം. പക്ഷേ ഈ കേക്കിൻ്റെ പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ആകുമ്പോഴത്തേക്ക് സംഭവം ഫിനിഷാണ്. ഒന്നുമില്ല. ഇതാണ് അവൻ്റെ ഒരു പ്രത്യേക സ്റ്റൈല്. എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. ആ ഒരു കക്ഷി ഒരു പ്രത്യേക സ്റ്റൈലിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അവനും ഒന്ന് കാണിച്ചതാണ്. എന്തായാലും ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതാണ് നമ്മളെ കേക്ക് ഉണ്ടാക്കിയ ഒരു രണാങ്കണം. ഇത്രയല്ല, കുറേയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനത് വീഡിയോ എടുത്തത്. ഇതാണ് ഇവൻ്റെ ആയുധങ്ങളും ഇവൻ കേക്ക് എടുത്തതൊക്കെ. ഓക്കെ, അപ്പോൾ അടിപൊളി വീഡിയോ അല്ലേ? അടുത്ത വീഡിയോ വരെ ടാറ്റ.